ലോകത്തെ ഏറ്റവും പവർഫുള്ളായ വെപ്പൺ ആറ്റം ബോംബാണ്. അത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന പലതവണയായിട്ട് ഭീഷണിപ്പെടുത്തി. എന്നാൽ അതിന് ഇന്ത്യ ശക്തമായ ഒരു മറുപടി തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അല്ല, ഇന്ത്യയുടെ പക്കൽ ആണവ ബോംബുണ്ട്. നമ്മുടെ പ്രഖ്യാപിത നയം നമ്മൾ ആദ്യം പ്രയോഗിക്കത്തില്ല എന്നായിരുന്നു. പക്ഷെ നമ്മളതും മാറ്റി. വേണ്ടി വന്നാൽ ഫസ്റ്റ് യൂസ് നമ്മൾ ഉപയോഗിക്കും എന്ന് നമ്മൾ നയം മോദി സർക്കാർ വന്നതിന് ശേഷം മാറി. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യ അണുബോംബ് പാകിസ്ഥാനിലിട്ടാൽ അതിൻ്റെ റേഡിയേഷൻ്റെ ഫലങ്ങൾ ഇന്ത്യയിലുണ്ടാവും. അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ പാകിസ്ഥാനിൽ പോയി ആണവ ബോംബ് ഇടാനൊന്നും പറ്റത്തില്ല എന്നൊരു തിയറിയുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാറ്റൊക്കെ അടിച്ച് ഈ റേഡിയോ വികിരണങ്ങൾ അണുവികിരണങ്ങൾ റേഡിയോ ആക്ടിവിറ്റിയുടെ റേഡിയേഷൻസ് നമ്മുടെ രാജ്യത്തേക്കും വരാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അണുബോംബ് പോലെ തന്നെ മാരകമായ ഒരു ബോംബ് വേണമെങ്കിൽ ഇല്ലാത്ത അണുബോംബ് എന്ന് പറയാം. ഈ അണുബോംബിൻ്റെ സ്ഫോടനം കണ്ടിട്ടില്ലേ? വലിയ കൂണ് പോലെ ആകാശത്തേക്ക് ഒരു തീഗോളം മേഘത്തിൻ്റെ പുകയുടെ ഒരു ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആണവ ബോംബുകൾ പൊട്ടിക്കുമ്പോഴാണ് പൊതുവിൽ കാണുന്നത്. എന്നാൽ അതുപോലെയുള്ള മാരകമായ സ്ഫോടനം ഉണ്ടാവും, അണുവികിരണം ഇല്ല. ഇത്തരം ഒരു ബോംബ് പല രാജ്യങ്ങളുടെയും സ്വപ്നമാണ്. ഇന്ത്യ പക്ഷേ അത്തരം ഒരു ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ന്യൂക്ലിയർ ബോംബുകൾ കഴിഞ്ഞാൽ ഏറ്റവും ലീത്തലായിട്ടുള്ള, ഏറ്റവും മാരകമായിട്ടുള്ള ബോംബ്. ഇപ്പോൾ സാധാരണ TNT ആണ് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ഫോടക ശേഷി എന്ന് പറഞ്ഞാൽ TNTയുടെ 2.3 ടൈംസ് ആണ്. 2 ഇരട്ടി സ്ഫോടക ശേഷി, കൂടുതൽ കരുത്ത്, ഉയർന്ന സ്ഫോടന പവർ, പിന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഉണ്ടാകുന്ന അതിമാരകമായ ഒരു ബോംബ്. അത് അമേരിക്കയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. അതിനുശേഷം കൈവരിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ രാജ്യമാണ് ഇന്ത്യ. ആ ബോംബിൻ്റെ പേര് സാബെക്സ് 2 എന്നാണ്. SABEX സാബെക്സ് 2. നമ്മളത് വിജയകരമായി പരീക്ഷിച്ചു. അത് നമുക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ അണുബോംബ് പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാനും പ്രയോഗിക്കാൻ പറ്റുകയില്ല. ഇന്ത്യയെ പ്രയോഗിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. റേഡിയേഷൻ അവർക്കും ഉണ്ടാവും. മാത്രമല്ല ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാൻ പിന്നെ ഭൂപടത്തിലുണ്ടാവത്തില്ല. പാകിസ്ഥാൻ ചെറിയ പാവയ്ക്ക പോലത്തൊരു രാജ്യമാണ്. ഇന്ത്യ അതിവിശാലമായ രാജ്യമാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് പാകിസ്ഥാൻ ഒരു അണുബോംബ് വിട്ടാൽ ആ പ്രദേശവും അതിൻ്റെ സറൗണ്ടിങ്സും നശിച്ചു പോകാറുണ്ട്. പക്ഷേ ഇന്ത്യ തിരിച്ചടിക്കുമല്ലോ. തിരിച്ചടിച്ചാൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാവില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു ഏറിയ അപ്പാടെ അണുസ്ഫോടനം നടക്കുന്നത് പോലെ, ആറ്റം ബോംബ് ഇടുന്നത് പോലെ തകർക്കാം. എന്നാൽ റേഡിയേഷൻ ഉണ്ടാവത്തുമില്ല. അത്തരം ഒരു ബോംബെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ എന്ന് പറയുന്ന മാസ് ഡിസ്ട്രക്ഷൻ സ്വഭാവത്തിലുള്ള വെപ്പണാണെന്ന് പറഞ്ഞ് വിലക്കാനും വിരോധം ഏർപ്പെടുത്താനൊന്നും ആർക്കും കഴിയില്ല. കാരണം അത് ആണവശേഷി ഇല്ലാത്ത ആയുധങ്ങളാണ്. അത്തരം ഒരു ആയുധം വികസിപ്പിക്കുക എന്നുള്ളത് പല രാജ്യങ്ങളുടെയും സ്വപ്നമാണ്. നമ്മളത് വികസിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ഇന്ത്യൻ നേവി വിവിധ ഘട്ടങ്ങളിൽ വളരെ വിജയകരമായി പരീക്ഷിച്ച് അതിൻ്റെ കൃത്യത, കാര്യക്ഷമത, പ്രഹരശേഷി എന്നിവ ഉറപ്പാക്കി. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അണുബോംബെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ അണുവില്ലാത്ത ബോംബിട്ട് ലാഹോറോ കറാച്ചിയോ റാവൽപിണ്ടിയോ ഒക്കെ കത്തിച്ചറിയാം. നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള നമ്മുടെ മിസൈലുകളിൽ വളരെ കൃത്യമായി ഘടിപ്പിക്കാവുന്ന ഒരായുധമാണ് ഇപ്പോൾ സാബെക്സ് 2 എന്ന ഈ ആയുധം നമ്മൾ വിജയകരമായി ഇന്ത്യൻ നേവിയാണ് ഇത് പരീക്ഷിച്ച് മിസൈലുകളിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. നമ്മൾ ആർമിയുടെ, നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായി ഈ സാബെക്സ് 2 നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്വന്തം അണുരഹിത അണുബോംബാണ്. അണുവില്ല. അണുബോംബിൻ്റെ പോലെ തത്തുല്യമായ സ്ഫോടനം, പ്രഹരശേഷി, തീജ്വാല, ടെമ്പറേച്ചർ. ആണവ സ്ഫോടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യുഗ്രമായ ഹീറ്റാണ്. ഈ ഹീറ്റിനടുത്ത് തന്നെ ഈ ബോംബിലൂടെ ഉണ്ടാവും. എന്നാൽ ഈ അണുവികിരണങ്ങൾ ഉണ്ടാവത്തുമില്ല. അപ്പോൾ വരും തലമുറകൾക്ക് ഒന്നും ഒരു ദോഷം ഉണ്ടാകത്തില്ല. പ്രഹരമേക്കുന്ന സ്ഥലത്ത് മാത്രം എല്ലാം കത്തിച്ചാമ്പലായി തകർന്ന് തവിടുകൂടിയായിപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവ്സ് എന്നാണ് ഇത് പറയുന്നത്. ഇത് ഏരിയൽ ബോംബുകളായി വിമാനങ്ങളിൽ കൊണ്ടുവന്നിടാം. ആർട്ടിലറി ഷോട്ട്സിൽ വേണമെങ്കിൽ പീരങ്കികളിൽ പോലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന സാധാരണ ഈ പീരങ്കി വെടിവെപ്പ് നടക്കുന്നുണ്ടല്ലോ, അതിന് പകരം ഈ സാബെക്സ് 2 ഇട്ട് അങ്ങ് വിട്ടാൽ പിന്നെ ആ ഏരിയ ഒരു ഓർമ്മ മാത്രമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പീരങ്കി ആക്രമണം പീരങ്കി ആക്രമണമാണ് നമ്മൾ നടത്തുന്ന പീരങ്കി ആക്രമണം തന്നെയാണ്. പക്ഷേ പോകുന്ന സാധനം ഈ പറഞ്ഞ പോലെ അണുസ്ഫോടനം നടക്കുന്നത് പോലെ മാരകശേഷിയുള്ള ബോംബാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സേനയാക്കി മാറ്റാൻ
നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതല്ല, 3-ാം സ്ഥാനത്തോ മറ്റാണ് നമ്മുടെ സൈന്യം നിൽക്കുന്നത്. ഈ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ സേനയെ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന സൈന്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശ്രദ്ധിച്ചറിയാം, നമ്മളെല്ലാ ദിവസവും നമ്മുടെ സേനയ്ക്ക് വേണ്ടി വലിയ തോതിൽ ഫണ്ടുകൾ അനുവദിക്കുന്നു, പുതിയ ആധുനികവൽക്കരണം നടക്കുന്നു, പുതിയ ആയുധങ്ങളും കപ്പലുകളും വിമാനങ്ങളും ഒക്കെ നമ്മൾ വാങ്ങുന്നു, അതിനുള്ള കരാറുകൾ ഒപ്പുവെക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രചണ്ഡമായ ഒരു സൈനിക സന്നാഹം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ രാജ്യം നടന്നുണ്ട്. നിശബ്ദമായി അതൊരു വലിയ വാർത്തയായിട്ട് കൊട്ടിഘോഷിക്കുന്നില്ലെങ്കിൽ പോലും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ കൂടുതൽ അലർട്ടിലാണ്, കൂടുതൽ സംഭവങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന നാഗ്പൂരിലെ ഒരു കമ്പനിയുടെ സബ്സിഡിയറിയാണ്. ഈ കമ്പനി പൊതുവിൽ ഉണ്ടാക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ സബ്സിഡറി ആയിട്ട് തുടങ്ങിയതാണ് എക്കണോമിക് എക്സ്പ്ലോസീവ്സ്. അവർക്ക് നമ്മൾ ഈ പ്രതിരോധ കരാർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം ശരിയോ, മുമ്പൊക്കെ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ ഓർഡിനൻസ് ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അതെ, സർക്കാർ ഉടമസ്ഥർ. അതൊരു സർക്കാർ സ്ഥാപനം പോലെ ഇങ്ങനെ മെല്ലപ്പോക്കായിരുന്നു മോദി വരുന്നതിന് മുമ്പ്. പകരം നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ആയുധങ്ങൾ ഇങ്ങനെ നിരന്തരം റഷ്യയുടെ ഇന്ന് അമേരിക്കയുടെ ഇന്ന് ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. നമ്മുടെ പണത്തിൻ്റെ നല്ലൊരു ശതമാനം ഈ പറയുന്ന പോലെ ആയുധം വാങ്ങാനും പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങാനും വേണ്ടിയിട്ടാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് മോഡി വരുമ്പോഴത്തേക്ക് ഈ വെള്ളാനകളായ കമ്പനികളെയൊക്കെ ആരും സമ്മതിക്കും. വലിയ യൂണിയൻകാരൊക്കെ ഉണ്ട് അവിടെ, ഞങ്ങളുടെ കമ്പനി തൊടാൻ പാടില്ല, ഞങ്ങളുടെ കമ്പനി പിരിച്ചുവിടാൻ പാടില്ല, അത് വൈൻഡപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ മോഡി എന്ത് ചെയ്തു, ഈ ഒറ്റയ്ക്കുള്ള എല്ലാ ഓർഡിനൻസ് കമ്പനികളെ ചേർത്ത് മ്യൂണീഷ്യൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയാക്കിയിട്ട് വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ഇന്ന സാധനം ഇത്ര കാലത്തിനകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി പലയിടത്ത് ചെതറിക്കിടന്നതിനെല്ലാം ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ കമ്പനികളിലെ കൂടെ പ്രതിരോധ രംഗത്തേക്ക് കൊണ്ടുവന്നു. മഹീന്ദ്രയുണ്ട്, ടാറ്റയുണ്ട്, അദാനിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾ, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മുടെ ഡ്രോണുകളെക്കുറിച്ച് പറഞ്ഞില്ലേ, അവിടെ നിന്ന് വന്ന ഡ്രോണുകളെയൊക്കെ നമ്മൾ തകർത്തു. അതുകൂടാതെ കറാച്ചിയിലും ഒക്കെ പോയി പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിൽ പോയി ആക്രമണം നടത്തി നമ്മുടെ കാമിക്കാസെ ഡ്രോണുകളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഡ്രോണുകളൊക്കെ ഉണ്ടാക്കിയത് പുതിയ കമ്പനികളാണ്, പുതിയ സ്റ്റാർട്ടപ്പുകളാണ്. അത് നമ്മുടെ രാജ്യത്ത് തന്നെ ആഭ്യന്തരമായി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തമാശ എന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, യുവാക്കളുടെ സ്റ്റാർട്ടപ്പുകൾ. നമ്മൾ സ്റ്റാർട്ടപ്പുകളോട് പറയുന്നു, നിങ്ങൾ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനിയല്ലേ, ഒരു കാര്യം ചെയ്യും 10,000 ഡ്രോൺ ഉണ്ടാക്ക്, ഇന്ന സ്പെസിഫിക്കേഷൻസ് വേണം എന്ന് പറഞ്ഞ് പിള്ളേരെ ഏൽപ്പിക്കുകയാണ്. ഇവർ ബാംഗ്ലൂരൊക്കെ ഉണ്ടാക്കിയ ഡൽറ്റയുമായി ചേർന്നൊക്കെ സഹകരിച്ചുണ്ടാക്കിയ ഇസ്രായേൽ കമ്പനിയുമായി സഹകരിച്ചുണ്ടാക്കിയ ഡ്രോണുകളൊക്കെയാണ് നമ്മൾ പിന്നീട് ഉപയോഗിച്ചു പാകിസ്ഥാനെ തകർത്തത്. അപ്പോൾ പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കുക, പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം കൊടുക്കുക, ആയുധ നിർമ്മാണ രംഗത്തേക്കും പുതിയ കമ്പനികളെ കൊണ്ടുവരിക എന്നിവിടെ വന്നപ്പം ഈ സർക്കാർ കമ്പനികൾക്ക് മ്യൂണീഷ്യൻ ഇന്ത്യ ലിമിറ്റഡ് ഇവരോട് മത്സരിക്കേണ്ടി വന്നു. പണ്ട് നമ്മുടെ ട്രക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശക്തിമാൻ എന്നും പറഞ്ഞ് മിലിറ്ററിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മിലിറ്ററി ട്രക്കുകൾ ഉണ്ടായിരുന്നു, കണ്ടിട്ടുള്ളത് ശക്തിമാൻ. ഇപ്പോൾ ടാറ്റയുടെ മഹീന്ദ്രയുടെ ഒക്കെ ട്രക്കുകൾ വരികയാണ്, ഏറ്റവും ആധുനികമായ ആർമേഡ് വാഹനങ്ങൾ ടാറ്റ ഉണ്ടാക്കുന്നു, മഹീന്ദ്ര ഉണ്ടാക്കുന്നു. മത്സരം വന്നപ്പം വളരെ പെട്ടെന്ന് ഡെലിവറി ഉണ്ടാകുന്നു. ചുവപ്പ് നാടേ തുടങ്ങാതെ 3 മാസം കൊണ്ട് പറഞ്ഞാൽ 2.5 മാസം ആകുമ്പോഴേ കൊടുക്കാൻ വേണ്ടി കമ്പനികൾ തയ്യാറാണ്. എങ്കിൽ മാത്രമേ അടുത്ത ഓർഡർ കിട്ടുള്ളൂ. നമ്മൾ ഏതാണ്ട് 8 ലക്ഷം കോടി രൂപയൊക്കെ നമ്മുടെ ബജറ്റ് വിഹിതം ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പുതിയ കമ്പനികൾക്ക് പുതിയ അവസരം കൊടുത്തപ്പോൾ അവർ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ഈ പറയുന്നതുപോലെ ഈ നോൺ ന്യൂക്ലിയർ ബോംബ്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആണവ രഹിത ബോംബ് ഏറ്റവും കരുത്തുള്ള ഉണ്ടാക്കുക എന്നുള്ള പ്രപ്പോസലുമായിട്ട് വന്നു. അവരുണ്ടാക്കി ഇന്ത്യൻ നേവിക്ക് അത് പരീക്ഷിക്കാൻ കൊടുത്തു. നേവി അത് അഡോപ്റ്റ് ചെയ്തു. അത് ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കാൻ പോകും. അതുകൂടാതെ വേറെ 2 ആയുധങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന് സിഡ്ബെക്സ് 1 എന്ന് പറഞ്ഞാൽ തെർമോബാറിക് എക്സ്പ്ലോസീവാണെന്ന് പറയുന്നു. അതിൻ്റെ പേര് ദീർഘനേരം ഒരെണ്ണം അങ്ങ് പൊട്ടിയാൽ സ്ഫോടനം ടപ്പേന്ന് പൊട്ടിയങ്ങ് തീരത്തില്ല. ഈ മാലപ്പടക്കം പോലെ അവൻ പൊട്ടിക്കൊണ്ടിരിക്കും, കത്തിക്കും. പിന്നെ അത്യുഗ്രമായ ചൂടുണ്ടാക്കുന്ന സിഡ്ബെക്സ് 1, അത് ഈ സാബെക്സ് 2വിൻ്റെ അനിയന്മാരെന്ന് പറയുന്ന സിഡ്ബെക്സ് 1ഉം സിമെക്സ് 4ഉം കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അതായത് ഇനി നമ്മൾ പാകിസ്ഥാൻ നമ്മളോടൊന്ന് മുട്ടാൻ വന്നാൽ
നമ്മളൊരു സിറ്റ് ബക്സ് വണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അവനോട് കിടന്നിട്ട് കത്തി കിടന്നു അവനോട് കിടന്ന് പൊട്ടിക്കുള്ളൂ. ഈ അമ്പലപ്പറമ്പിലെ വെടിക്കെട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്കും മാനപ്പടക്കം പൊട്ടില്ല എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും അത്യുഗ്രമായ ചൂടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഈ ഷെല്ലുകളൊക്കെ ഉപയോഗിച്ചാൽ ഷെല്ല് വന്ന് വീഴുന്ന പ്രദേശത്ത് വലിയ ഗർത്തം ഉണ്ടാവും, ആ പ്രദേശത്തെ വസ്തുക്കൾ നശിച്ചു പോകും. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കരമായി ഹീറ്റ് പുറപ്പെടുവിക്കും. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് മുഴുവൻ ആ ചൂടിൽ ഈ അണുവികിരണത്തിന് പകരമായി ഹീറ്റ് റേഡിയേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഹീറ്റ് റേഡിയേഷൻസിലൂടെ സമീപ പ്രദേശങ്ങളാകെ ചാമ്പലാക്കാനും ആ പ്രദേശങ്ങളെ അതിൻ്റെ ഘടന തന്നെ മാറ്റിക്കളയാനും കഴിയുന്നതാണ് ഈ സാബെക്സ് 2, സിഡ്ബെക്സ് 1, സിമെക്സ് 4 തുടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ നമ്മുടെ സൈന്യത്തിന് കിട്ടാൻ പോകുന്ന ബോംബുകൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കറ്റുകളിൽ ഉപയോഗിക്കാം, മിസൈലുകൾ ഉപയോഗിക്കാം, പ്ലെയിനുകളിൽ കൊണ്ടുപോകാം, പീരങ്കികളിൽ പോലും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ വരുന്നത്. അപ്പോൾ സിനു ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പാകിസ്ഥാൻ എപ്പോഴും അണുബോംബിടുന്നു പേടിപ്പിക്കുന്നു. നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഇപ്പോൾ അണുവില്ലാത്ത അണുബോംബ്, ഇത് അവൻ്റെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ അവന് അണുബോംബിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ സൈനിക മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ നമ്മൾ നടത്തുന്ന ഗവേഷണങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു, പുതിയ ചെറുപ്പക്കാരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നു, പദ്ധതികൾ കൃത്യമായിട്ട് പദ്ധതികളാണ്. സ്വകാര്യ മേഖലയെ ഇപ്പോൾ ഈ പ്രതിപക്ഷമൊക്കെ പറയും സ്വകാര്യ മേഖലയെ പ്രതിരോധ രംഗത്തേക്ക് കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുക. അങ്ങനെയൊന്നുമില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അവരാണല്ലോ F-35 ഉണ്ടാക്കുന്നത്. അതെ അതെ, അമേരിക്കൻ പ്രൈവറ്റ് കമ്പനിയാണ് അവരുണ്ടാക്കുന്നു. പക്ഷേ അവരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ വിമാനം അമേരിക്കൻ സർക്കാരുമായിട്ട് ആലോചിക്കാതെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കുന്നു, പക്ഷേ അതിൻ്റെ എല്ലാ ഇടപാടുകളും ഗവൺമെൻറ് വഴിയാണ്. അപ്പോൾ ഈ സാബെക്സ് 2 എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് ഉണ്ടാക്കിയെങ്കിലും അവരെത്രയുണ്ടാക്കി, എവിടെ കൊടുക്കുന്നു ഇതൊക്കെ കൃത്യമായി സർക്കാരിനറിയാം. ത്രൂ ഡിഫൻസിൻ്റെ ചാനലിലൂടെ മാത്രമേ ഇതിൻ്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ മേഖല പ്രതിരോധ രംഗത്തേക്ക് വന്നതിൻ്റെ ഒരു കുതിപ്പും ഗതിവേഗമാർജിക്കലും നമ്മുടെ സൈന്യത്തിന് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ആധുനികമാണ് സാബെക്സ് 2. അപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവർ ആലോചിക്കുക, ഇന്ത്യ ഒരു 4-5 സാബെക്സ് 2 ഇട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ കഥ കഴിയും, കച്ചവടം കഴിയും. പാകിസ്ഥാൻ പിന്നെ ഒരു കരിക്കട്ട മാത്രമായി മാറും. അപ്പോഴും നമ്മൾ ആണവായുധങ്ങൾ തൊടുന്നുണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.